ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മൂർത്തി അവന്തികയെ വിളിച്ച് ചോദിക്കുന്നു, എങ്ങനെയുണ്ട്, ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അവന്തിക പറയുന്നു, ആർക്കും സംശയമില്ല, ഒരു കാര്യമേറ്റാൽ ഇങ്ങനെ വേണം ചെയ്യാൻ. കുത്തുകേറ്റത് കിഡ്നിക്കാണ് അല്ലേ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, അയാൾക്ക് ഇനി എന്തിനാ കിഡ്നി? എന്നെ ചതിച്ച അയാൾക്ക് ഇത് തന്നെ കിട്ടണം. നിങ്ങൾ അത് നല്ല വെടിപ്പായി ചെയ്തു. പിന്നെ ഞാനിപ്പോൾ മൂർത്തിയെ വിളിച്ചത് വേറൊരു കാര്യത്തിനാണ്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നു, ഒരു അത്യാവശ്യമില്ല, അവിടെ ആവശ്യത്തിനുള്ള ആളുകളുണ്ട്, എനിക്ക് ഒരാളുടെ നമ്പർ വേണം. ചെങ്കൽ മധുവിൻ്റെതാണ്, വലിയ ഗുണ്ടാ നേതാവാണെന്നാ കേട്ടത്. എന്താ, മൂർത്തി അയാളെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ മൂർത്തി പറയുന്നു, അറിയാമോന്നോ, അയാളൊക്കെ വലിയ ആളുകളാണ്, രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടുള്ള വലിയ ആളുകൾ, ഈ നഗരം ഭരിക്കുന്നത് അവരൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊന്നും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഗുണ്ടാ നേതാവാണ് ചെങ്കൽ മധു. സെറ്റിൽമെന്റ് മധു എന്ന് പോലും ആൾക്കാർ അവയാളെ വിളിക്കാറുണ്ട്. മധു ഇവിടെ മാത്രം ഗുണ്ടാപ്പണി നടത്തുന്ന ആളല്ല. മധു നേരിട്ട് പോയി ആരെയും തല്ലാറുമില്ല. പക്ഷേ ലോകം മുഴുവനും പറന്ന് നടന്ന് ഏത് പ്രശ്നവും സെറ്റിൽ ചെയ്യും, അതിനുള്ള കാശ് വാങ്ങിക്കും. ഇപ്പോൾ അയാളുടെ നമ്പർ എന്തിനാണെന്ന് മൂർത്തി ചോദിക്കുന്നു. നമ്മളൊരു പുതിയ കളി തുടങ്ങാൻ പോകുന്നു. ആ കളിയിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഈ ചെങ്കൽ മധു. തനിക്ക് അയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് എന്ത് പ്രശ്നമെന്ന് മൂർത്തി. എന്നാൽ പിന്നെ വേഗം അയാളുടെ നമ്പർ എടുത്ത് തരാൻ നോക്കുന്ന അവന്തിക പറയുമ്പോൾ മൂർത്തി പറയുന്നു, നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോൾ തന്നെ ഞാൻ മെസ്സേജ് അയക്കാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അയാളെ ഡീൽ ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞു കൊത്തിയെന്ന് വരും. അവന്തിക പറയുന്നു, അങ്ങനെ തിരിഞ്ഞു കൊത്തുന്നതിനെ തല്ലിക്കൊല്ലാനുള്ള വിദ്യ എനിക്കറിയാം. താൻ ആദ്യം നമ്പർ അയക്കി, ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറയുന്നു. അവർ ഫോൺ വെച്ചു. മൂർത്തി വിചാരിക്കുന്നു, ഇത് എന്തിനുള്ള പുറപ്പാടാണെന്ന് ആർക്കറിയാം. എന്തായാലും മധുവണ്ണനെ ഡീൽ ചെയ്യുന്നത് അവർക്ക് ഇത്തിരി റിസ്ക് ആയിരിക്കും. ഏതായാലും കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിട്ടിടപെട്ടാൽ മതി, അതാണ് നല്ലത്. അർച്ചന നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്തിക ആലോചിക്കുന്നു. ഇനി അർച്ചനയ്ക്ക് പണി കൊടുക്കേണ്ടത് അവളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ഇതിനേക്കാൾ നല്ലൊരു അവസരം വേറെയില്ല എന്നും അവന്തിക വിചാരിക്കുന്നു. എന്നിട്ട് അവന്തിക മീരയെ ഫോൺ ചെയ്തു. അനൂപിന്റെ കാര്യം എന്തെങ്കിലും അറിഞ്ഞോ? ജാമ്യം കിട്ടുമോ എന്ന് ചോദിക്കുന്നു. എനിക്കറിയില്ല അവന്തിക എന്ന് മീര പറയുമ്പോൾ അവന്തിക പറയുന്നു, അർച്ചനയും സച്ചിയും ഒന്നും പറഞ്ഞില്ലേ? ജാമ്യത്തിനുള്ള ഏർപ്പാട് അവർ ചെയ്യില്ലേ എന്ന് ചോദിക്കുമ്പോൾ മീര പറയുന്നു, എന്ത് ചെയ്തിട്ടാണെങ്കിലും അനൂപേട്ടനെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇവിടുന്ന് പോയത്. അവർ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ ഭർത്താവിന്റെ കഥ ഇതോടെ തീരും. കാര്യങ്ങളിപ്പോൾ നീ വിചാരിക്കുന്നതിനേക്കാൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഒരിക്കലും അനൂപിനെ രക്ഷിക്കാൻ ഒരു ചെറു വിരൽ പോലും അനക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ മീര പറയുന്നു, അങ്ങനെയല്ലല്ലോ അവർ പറഞ്ഞിട്ട് പോയത്. അവര് പറഞ്ഞതും നീ കേട്ടതും ശരിയായിരിക്കും, പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വേറൊരു സംഭവം ഉണ്ടായി. അതോടെ സച്ചിയുടെ മനസ്സ് മാറി. എന്തായാലും സച്ചി മറിച്ചിനെയും അങ്ങനെ ചെയ്യില്ല എന്ന് മീര പറയുമ്പോൾ അവന്തിക പറയുന്നു, സ്വന്തം ഭാര്യയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും രക്ഷിക്കണോ അതോ നിന്റെ ഭർത്താവിനെ രക്ഷിക്കണോ എന്ന് സച്ചി സംശയിച്ചു പോയാൽ പിന്നെ എന്ത് ചെയ്യും? ആദ്യം അവൻ ആരെ രക്ഷിക്കും? അനൂപിനെ രക്ഷിക്കുമോ അതോ അർച്ചനയെ രക്ഷിക്കുമോ? നീ എന്തൊക്കെയായി പറയുന്നത് എന്ന് മീര ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ കൊല്ലാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് സച്ചി ആ ചെങ്കൽ മധുവിന് വാക്ക് കൊടുത്തു. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് മീര. നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ കാര്യങ്ങൾ ഞാൻ വിശദമായും പറയാം. വൃന്ദാവനത്തിൽ നിന്ന് വരുന്ന വഴി അർച്ചനയും സച്ചിയും ആ ഗുണ്ടയെ കണ്ടിരുന്നു, ആ ചെങ്കൽ മധുവിനെ. പിന്നെ ഉണ്ടായ സംഭവങ്ങളെല്ലാം അതുപോലെ തന്നെ അവന്തിക മീരയോട് പറഞ്ഞു. ഇപ്പൊ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നീ തന്നെ പറ. സച്ചി ചതിക്കും. അനൂപിനെ കൊലക്കി കൊടുത്തിട്ടായാലും അർച്ചനയുടെ ജീവൻ അവൻ രക്ഷിക്കും, അത് എനിക്ക് ഉറപ്പാ. സച്ചി അങ്ങനെ ചെയ്യില്ലെന്ന് മീര വീണ്ടും പറയുമ്പോൾ അവന്തിക പറയുന്നു, ആ ഗുണ്ടയ്ക്ക് അങ്ങനെ വാക്ക് കൊടുത്തിട്ടാണ് സച്ചി അർച്ചനയെ രക്ഷിച്ചത്. ഇതിനെല്ലാം കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാണ്. നിന്റെ ഭർത്താവിനെ രക്ഷിക്കണമെങ്കിൽ നീ വേറെ ഏതെങ്കിലും വഴി നോക്കിക്കോ, അല്ലാതെ സച്ചിയും അർച്ചനയും പറഞ്ഞത് കേട്ടിരുന്നാൽ നിനക്ക് അവന്റെ ശവം മാത്രമേ കിട്ടൂ. അത്രയും ക്രിമിനലായ ഗുണ്ടകൾക്കാണ് അനൂപിനെ കൊണ്ട് കൊടുക്കാമെന്ന് സച്ചി വാക്ക് കൊടുത്തിരിക്കുന്നത്. അനൂപിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യണം. മീര കരയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, കരഞ്ഞിട്ട് കാര്യമില്ല, ഇതുപോലെ ഒരു ഗുണ്ട വന്ന മുന്നിൽ നിന്ന് ഗർഭിണിയായ ഭാര്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പാവം സച്ചി എന്ത് ചെയ്യും? സ്വന്തം സഹോദരന് വേണ്ടിയിട്ടായാലും ആറ്റുനോറ്റ് വഴിപാട് നേർന്നുണ്ടായ കുട്ടിയെ ഇല്ലാതാക്കാൻ അർച്ചന നിൽക്കുമോ? എന്തായാലും പാവം അനൂപിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. സച്ചിയും അർച്ചനയും കാരണം വിധവയാകാൻ പോകുന്നത് നീയാണ്. ഭർത്താവിനെ ജീവനോടെ വേണമെങ്കിൽ, നിന്റെ കുഞ്ഞിന് അച്ഛൻ വേണമെങ്കിൽ ഏതെങ്കിലും നല്ല വക്കീലിനെ വെച്ച് അനൂപിനെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കും. ഇത്രയും പറഞ്ഞ് അവന്തിക ഫോൺ വെച്ചു. മതി, ഇത്രയും മതി, എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായത്തിന് ഞാൻ തിരികൊളുത്തി, ബാക്കി മീര ചെയ്തോളും എന്നും അവന്തിക വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ മീര അമ്മയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി അമ്മയെ വിളിക്കുന്നുണ്ട്. നീ എന്തിനാ കരയുന്നത് എന്ന് കമല ചോദിക്കുമ്പോൾ മീര പറയുന്നു, എന്റെ ഭർത്താവിനെ ആ ഗുണ്ടകൾ കൊല്ലാൻ പോകുമ്പോൾ ഞാൻ എങ്ങനെ കരയണോ? ഞാൻ കരയണോ പിന്നെ ചിരിക്കണോ?
സ്വന്തം മോളും മരുമകനും കൂടി അനൂപേട്ടനെ ഒറ്റുകൊടുത്തു. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അനൂപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അവരിവിടുന്ന് പോയത്? എന്നെ കമല. അത് ശരിയാണ്, പക്ഷെ അനൂപേട്ടനെ രക്ഷിക്കാൻ പോകുന്നില്ല അവര്. സംഭവിച്ചത് എന്താണെന്ന് അമ്മയ്ക്കറിയണോ എന്ന് പറഞ്ഞ അമ്മയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് കേട്ട് കമലയും ഞെട്ടി. ഇനി അമ്മ പറയും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എങ്ങനെയെങ്കിലും അനൂപേട്ടനെ രക്ഷിക്കണം. സച്ചിയും അച്ചുവും അനൂപേട്ടനെ രക്ഷിക്കാൻ പോകുന്നില്ല. അവര് എന്റെ അനൂപേട്ടനെ കൊല്ലുമെന്നും സ്വന്തം മകന്റെ വെള്ള പുതപ്പിച്ച ശരീരം ഈ മുറ്റത്ത് കൊണ്ടുവന്ന് കിടത്തുന്നത് കാണുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നും മീര കരഞ്ഞുകൊണ്ട് പറയുന്നു. ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞിന് അച്ഛനില്ലാണ്ടായി പോകുമെന്നും പറയുന്നുണ്ട്. ഇതിനെല്ലാം കാരണം അർച്ചനയുടെ വയറ്റിലെ കുഞ്ഞിന്റെ ജാതകദോഷം തന്നെയാണ്. എന്താ ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിശ്വാസമാകുന്നില്ലേ? ഇത് കേട്ട് കമല പറയുന്നു, വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലെ പല ആക്സിഡന്റ് പറ്റുന്നതും ഇങ്ങനെ സംഭവിക്കുന്നതും ലോകത്തിൽ ആദ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. അതിന്റെ പേരിൽ എന്തിനാ ജനിച്ചിട്ട് പോലുമില്ലാത്ത ഒരു കുഞ്ഞിന്റെ ജാതകദോഷത്തെ കുറ്റം പറയുന്നത്? നിനക്കറിയാലോ അവർ എത്ര കാലമായിട്ടാണ് കഷ്ടപ്പെട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അമ്പലങ്ങൾ മുഴുവനും നേർച്ച നടത്തി കിട്ടിയ ഒരു കുഞ്ഞാണത്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഇല്ലാത്തത് പറയരുത്. അച്ചുവിന് അനൂപിനോടുള്ള സ്നേഹം നിനക്ക് അറിയാത്തതാണോ മീരെ? ആങ്ങളായിട്ടല്ല, അച്ഛന് തുല്യമായിട്ടാണ് അച്ചു അനൂപിനെ കണ്ടിട്ടുള്ളത്. അവനെ കൊലക്കി കൊടുക്കാൻ അച്ചു കൂട്ടു നിൽക്കുമെന്ന് നിനക്ക് എങ്ങനെ പറയാൻ തോന്നി? അച്ചുവും സച്ചിയും അനൂപിനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുവരും. ഇത് കേട്ട് മീര പറയുന്നു, സ്വന്തം മകളെയും മരുമകനെയും അമ്മയ്ക്ക് വിശ്വാസമായിരിക്കും, പക്ഷേ എനിക്ക് വിശ്വാസമില്ല. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാവർക്കും വലുത് അവരവരുടെ കാര്യം തന്നെയാണ്. സച്ചിയും അർച്ചനയും ചതിക്കുമെന്ന് എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ സച്ചി അങ്ങനെ വാക്കു കൊടുക്കുവോ? സംശയമുണ്ടെങ്കിൽ അമ്മയുടെ പുന്നാര മോളെ വിളിച്ച് ചോദിക്കും. അങ്ങനെ ഉടൻ തന്നെ കമല അർച്ചനെ വിളിക്കുന്നുണ്ട്. നീയും സച്ചിയും ഞങ്ങളെ ചതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, അമ്മ എന്തായി പറയുന്നത്? എനിക്കറിയണം, അനൂപിനെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കുമോ അതോ അവനെ കൊല്ലാൻ വേണ്ടി അവർക്ക് ഗുണ്ടയ്ക്ക് കൊണ്ടു കൊടുക്കുമോ? എന്താ നീ മിണ്ടാത്തത്? ഞാൻ ചോദിച്ചിട്ട് കേട്ടില്ലേ അച്ചു? അനൂപിനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് സച്ചി വാക്ക് കൊടുത്തോ? എന്താ അച്ചു, ഞാൻ ചോദിച്ചതിന് നിനക്ക് ഉത്തരവില്ല എന്ന് കമല ചോദിക്കുന്നു. അനൂപിനെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടുമോ അതോ സച്ചിയും നീയും കൂടി ഞങ്ങളെ കരയിക്കോ? അർച്ചന പറയുന്നു, അമ്മേ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നത് സമാധാനത്തോടെ ഒന്ന് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി. സച്ചി അനൂപിനെ ആ ഗുണ്ടയ്ക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞോ എന്ന് കമല ചോദിക്കുമ്പോൾ അർച്ചന വേറെ വഴിയില്ലാതെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ചതിച്ചോ എന്റെ ദൈവമേ എന്നെ കമല പറയുമ്പോൾ അർച്ചന പറയുന്നു, ആരും ചതിച്ചിട്ടില്ല. അപ്പോഴത്തെ സാഹചര്യത്തിൽ സച്ചിയേട്ടൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സച്ചിയേട്ടൻ അങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ അർച്ചന കാര്യങ്ങൾ വിശദമായി അമ്മയോട് പറയുന്നു. ഇതാണ് അവർ എവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഇതിന്റെ പേരിൽ ഞാൻ സച്ചേട്ടനോട് വഴക്കിടുകയും ചെയ്തു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കേണ്ട, അനൂപേട്ടനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കും. മീരടുത്തിയോട് സമാധാനമായിട്ടിരിക്കാൻ പറ, അനൂപേട്ടനെ ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞ അർച്ചന ഫോണും വെച്ചു. കമല മീരയോട് പറയുന്നുണ്ട്, മോളെ നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അത്രയും പറയുമ്പോൾ മീര ദേഷ്യത്തോട് പറയുന്നു, എനിക്കൊന്നും അറിയണ്ട. അനൂപേട്ടന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എൻ്റെ മോളും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞങ്ങളുടെ ശവം നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് മീര മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് അർച്ചന ടെൻഷനോടെ മുറിയിലിരിക്കുകയായിരുന്നു. അവിടേക്ക് സച്ചി വരുന്നുണ്ട്. എടോ, താൻ എന്നോട് ക്ഷമിക്കുക, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? സച്ചിൻ കാരണം ഇപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അറിയാമോ? മീരടുത്ത് എങ്ങനെയോ ഈ കാര്യം അറിഞ്ഞു. എടുത്ത് എവിടെയാകെ പ്രശ്നമാക്കി. അവരോട് ഞാൻ എന്ത് സമാധാനം പറയും? ഒരു വിധത്തിലാണ് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. എല്ലാം സച്ചിയേട്ടൻ അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇപ്പോൾ അവിടെയുള്ളവരെല്ലാം സച്ചിയേട്ടനെ അവിശ്വസിക്കുകയാണ്. ആ ഒരു തരത്തിൽ ഞാൻ എങ്ങനെയാണ് ഇവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്? അനൂപേട്ടനെ ഒറ്റിക്കൊടുത്തത് സച്ചിയേട്ടനാണെന്ന് വിശ്വസിച്ചാൽ എനിക്കിത് സഹിക്കാൻ കഴിയില്ല. ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ പോവുകയാണെന്ന് അർച്ചന പറയുമ്പോൾ അർച്ചന, അരുത്, താൻ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. തനിക്കോ തൻ്റെ വീട്ടുകാർക്കോ ദോഷം വരുന്ന ഒന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. ഞാൻ പറയുന്നതിൻ്റെ സെൻസ് ഇപ്പോഴും തനിക്ക് മനസ്സിലായിട്ടില്ല. തനിക്ക് എന്നെ അറിയില്ല എന്നെ സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആ ഗുണ്ടകൾ സച്ചിയേട്ടനെ അറിയില്ലല്ലോ. പറഞ്ഞ ദിവസം അനൂപേട്ടനെ സച്ചിയേട്ടൻ കൊണ്ടു കൊടുക്കുമെന്നല്ലേ അവർ വിചാരിച്ചിരിക്കുന്നത്? എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സച്ചിയേട്ടൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെന്ന് സച്ചി പറയുന്നു. തന്നെയും കുഞ്ഞിനെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ഭാര്യയും മക്കളുടെയും അഭിമാനവും ജീവനും രക്ഷിക്കാൻ കഴിയാത്ത ഞാനെന്തിനാ ഭർത്താവായി ജീവിച്ചിരിക്കുന്നത്? ആ ക്രിമിനലിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കാൻ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? താൻ പറഞ്ഞതുപോലെ സംസാരിച്ചിരുന്നെങ്കിൽ അവർ നമ്മളെ അവിടെ വെച്ച് വെട്ടി തുണ്ടമാക്കിയേനെ. താനും തൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും പിന്നെ നമ്മളുടെ മോളും. അതിനപ്പുറം എനിക്ക് മറ്റൊന്നുമില്ല. നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ എന്തും പറയും, എന്തും ചെയ്യും. ഇപ്പോൾ താൻ എൻ്റെ മുന്നിൽ നിന്ന് ജീവനോടെ സംസാരിക്കുന്നത് ഞാൻ ആ സമയത്ത് അങ്ങനെ പറഞ്ഞോണ്ടാ. അല്ലെങ്കിലും അനൂപേട്ടനെ ഞാൻ ആ ഗുണ്ടയ്ക്ക് കൊല്ലാൻ കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് മറ്റെന്തെങ്കിലും ഒരു വഴി ആലോചിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ തനിക്ക് ഇനിയും മനസ്സിലായില്ലെങ്കിൽ ഇനി തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യേ, ഞാൻ തന്നെ തടയില്ലെന്നും സച്ചി പറയുന്നു. സങ്കടത്തോടെ എന്നിട്ടിരിക്കുകയാണ് സച്ചി. തൊട്ടരികിൽ എല്ലാം മനസ്സിലായി. സച്ചി ആശ്വസിപ്പിക്കാൻ അർച്ചനയും ഇരിക്കുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.